വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഫുള്ള് ക്ലീൻ ആക്കുന്നതാണ്, ഡീപ്പ് ക്ലീനിങ് ആണ്. അങ്ങനെ ഈ റൂമിലുള്ള സാധനമെല്ലാം എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഈ റൂമാണ് ഫസ്റ്റ് ക്ലീൻ ആക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മളെ പുറത്ത് കറണ്ടിൻ്റെ സർവീസ് വയർ പോയിട്ട് അവിടെ പണിയെടുക്കുന്നുണ്ട്. സർവീസ് വയറിലേക്ക് ആ തെങ്ങിലത്തെ ഓലയാണ് വീണത്. അങ്ങനെ ഓല വീഴുമ്പോൾ കുറേ പ്രാവശ്യം ഇങ്ങനെ പൊട്ടിപ്പോന്ന്. അത് ഉമ്മ ലൈൻമാനെല്ലാം വന്നിട്ടാകുമ്പോൾ എല്ലാം പറഞ്ഞു കൊടുക്കുന്നതെന്നുള്ളത്. നമുക്കത് നോക്കിയിട്ട് നിന്നാൽ ശരിയാവില്ല. ഇന്ന് തന്നെ ഫുള്ള് തീർക്കണമെന്നാണ് വിചാരിക്കുന്നത്. ക്ലീനിങ് എല്ലാം ഉണ്ടായ ടേബിളിന് എടുത്തിട്ട് മുകളിൽ വെച്ചിട്ടാന്നുള്ളത്. ആ മൂലക്കുള്ള ആ കബോർഡ് എടുത്തിട്ട് പുറത്ത് വെക്കണം. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഓരോരിടത്ത് പണിക്കെല്ലാം പോയിട്ടാകുമ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വെക്കുന്നതാണ് ഇങ്ങനത്തെ സംഭവം. ഇങ്ങനത്തെ കുറേ കബോർഡ് ഉണ്ടായിന്. ഞാൻ ഓരോരോ ക്ലീനിങ്ങിൽ അതെടുത്തിട്ട് കളയലാണ്. നമുക്ക് ജനലെല്ലാം വെള്ളം എടുത്തിട്ട് തുടച്ച് ക്ലീനാക്കാം. അതിന് ഞാൻ വെള്ളം എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ. അങ്ങനെ നമ്മളെ ഈ റൂമിലത്തെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞ് അങ്ങനെ ഉമ്മ ബെഡ്ഷീറ്റെല്ലാം വിരിക്കുന്നതെന്നുള്ളത്. ഈ റൂം സെറ്റായി, ജനലെല്ലാം ഫുള്ള് ക്ലീനായി. പിള്ളേരുടെ ബാസ്ക്കറ്റും കാര്യമെല്ലാം നേരെ എടുത്ത് വെച്ച്. പിന്നെ ഇതിൽ ഞാൻ ബുക്ക് ഇട്ടേക്കുന്നതാണ് മക്കളെ. അങ്ങനെ ബെഡ്ഷീറ്റെല്ലാം ഇങ്ങനത്തേൽ മടക്കി വെച്ച് ഈ റൂം സെറ്റായി. നമ്മൾ അടുത്തത് എപ്പോഴും ക്ലീൻ ആക്കൽ എൻ്റെ ബെഡ്റൂമാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഉറക്കിലാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഈ സാധനം നമ്മൾ സ്റ്റോർ റൂമിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ വിചാരിച്ച് സ്റ്റോർ റൂം തന്നെ ക്ലീൻ ആക്കാമെന്ന്. അങ്ങനെ എല്ലാ സ്റ്റോർ റൂമിലത്തെ സാധനമെല്ലാം വലിച്ചിട്ടിട്ടുണ്ട്. പാത്രമെല്ലാം ലോഡ് കണക്കിന് കഴുകാനുണ്ട് ഗൈസ്. അങ്ങനെ സ്റ്റോർ റൂമിൻ്റെ ക്ലീനിങ് പരിപാടിയെല്ലാം കഴിഞ്ഞെല്ലാം സെറ്റാക്കി വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ് കബോർഡ് ഇവിടെ വെച്ചിട്ട് നമ്മൾ പാത്രം, ഉപയോഗിക്കാത്ത പാത്രം, പിന്നെ കുറേ ഗ്ലാസ്സുകളെല്ലാം ഉണ്ട്. കുറേ ഗ്ലാസ് ഉണ്ട്. ഇതിൽ കുറേയെല്ലാം എൻ്റെ മോനിക്ക് മദ്രസയിൽ നിന്ന് സ്കൂളിൽ നിന്നെല്ലാം കിട്ടിയതാണ്. അതെല്ലാം സെറ്റാക്കി വെച്ച് പിന്നെ ഇതിൻ്റെ അടിയിൽ നമ്മൾ ഉപയോഗിക്കാത്ത ചെരുപ്പെല്ലാം വെക്കാമെന്ന്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലെല്ലാം സെറ്റാക്കി നമ്മൾ. പിന്നെ നമ്മളെ പഴം കുറച്ചും കൂടി പെറുക്കാനുണ്ട്. പിന്നെ നമ്മൾ ക്ലീൻ ആക്കിയത് വർക്ക് ഏരിയയിലേക്കാണ് വന്നത് ക്ലീൻ ആക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ബാത്റൂമിലുള്ള ബണ്ണാമ്പലെല്ലാം എടുത്ത്, വീടെല്ലാം ബണ്ണാമ്പലെല്ലാം എടുത്ത് പിന്നെ വീട് വൃത്തിയാക്കുന്നുള്ളതാണ്. അങ്ങനെ ഉള്ളിയെല്ലാം കുറേ ബടുക്കായ ഉള്ളിയെല്ലാം ഉണ്ടായിന്. അതെല്ലാം ഞാൻ വേർതിരിച്ചിട്ട് നല്ലതെല്ലാം എടുത്തേക്കുന്നുള്ളതാണ്. ഉച്ചയായി. അപ്പം ഇവിടെ ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട്. ക്യാബേജ് മുറിക്കുന്നുണ്ട് വറവാക്കാൻ. പിന്നെ കറി വെക്കാൻ മീൻ. നമ്മളിവിടെ നങ്ക് എന്നാണ് പറയൽ ഈ മീനിന്. ഇതാണ് നമ്മളിന്ന് കറി വെക്കുന്നത്. കുറച്ച് ക്ലീൻ ആക്കുമ്പോഴത്തേക്ക് പിന്നെ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കുന്ന ടൈമായി. അങ്ങനെ നമ്മൾ ക്യാബേജ് വറവ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഹസ്ബൻഡും കുഞ്ഞെല്ലാം എണീച്ച്. നമ്മളെ ക്ലീനിങ് ഒന്നും കഴിഞ്ഞില്ല. അപ്പോഴത്തേക്ക് നല്ല വിശപ്പ് വന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ചോറ് കഴിക്കുന്നുള്ളതാണ്. ചോറ്, മീൻ കറി, ക്യാബേജ് വറവ് ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ ചോറ് കഴിച്ചിട്ടാണ് ഇനി ബാക്കി പണിയെല്ലാം. നമ്മളെ ബെഡ്റൂമിൽ കാര്യമായിട്ട് പണിയൊന്നും ഉണ്ടായിട്ട. ഒന്ന് വണ്ണാമ്പല കൊട്ടാനും ജനലെല്ലാം തുടക്കാനും പിന്നെ ഇവിടെ ഒന്നും കാര്യമായിട്ട് പണിയൊന്നും ഉണ്ടായിട്ട. ഇതെല്ലാം സെറ്റാക്കി വെച്ച് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ട. കബോർഡെല്ലാം നല്ല ക്ലീൻ ആക്കി വെച്ച്. പിന്നെ നമുക്കിനി പണി മൊത്തം ഉള്ളത് ഈ ഹോളിലും കിച്ചണിലാണ്. ഹോളിൽ ഒരുപാട് പണിയുണ്ട്, പിന്നെ കിച്ചണിലും കുറേ പണിയുണ്ട്. ഇപ്പോഴത്തെ ഭക്ഷണം കഴിച്ച പാത്രമെല്ലാം ഉമ്മ കഴുകി വെച്ച്. ഹോളിലാണ് ക്ലീൻ ആക്കുന്നുള്ളത്. ടേബിളും കാര്യമെല്ലാം
ഫുള്ള് ക്ലീനാക്കി. ബേസിൻ്റെ അവിടെ ക്ലീനാക്കി. ജനലിൻ്റെ എല്ലാം കഴിഞ്ഞ് ഇനി കുറച്ച് കസേരയെല്ലാം അങ്ങനത്തെ എല്ലാം തുടക്കാനുണ്ട്. ഹോളെല്ലാം ക്ലീനായി. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് കിച്ചണിലേക്കാണ്. കിച്ചണിൽ അതിൻ്റെ ഇടയിൽ ഹോള് ക്ലീനാക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് ഞാൻ ഫ്രിഡ്ജെല്ലാം ക്ലീനാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടാണ്. അങ്ങനെ ഇതെല്ലാം വൃത്തിയാക്കാനുണ്ട്. കുപ്പിയും പാത്രമെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം വൃത്തിയാക്കി സെറ്റാക്കി വെക്കണം. ഈ പാത്രമെല്ലാം സെറ്റാക്കി വെക്കണം. അങ്ങനെ കിച്ചണത്തെ പണിയും ഏകദേശം കഴിഞ്ഞ്. ഉമ്മ അടിച്ചു വരുന്നുണ്ട്. ഇനി തുടക്കാനാണുള്ളത്. തുടച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്ലീനിങ് പരിപാടിയെല്ലാം കഴിഞ്ഞ്. അങ്ങനെ നമ്മളെ ക്ലീനിങ്ങിൻ്റെ ഫൈനൽ റൗണ്ടിലേക്ക് എത്തി ഗൈസ്. അങ്ങനെ നമ്മളെ ക്ലീനിങ് പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാം അതിൻ്റെ തോർത്തെല്ലാം ചെയ്ത് ഇവിടെയെല്ലാം കുറേ മാറ്റം വരുത്തിയിട്ടുണ്ട് ഞാൻ വെച്ചതിലെല്ലാം. പിന്നെ നമ്മളെ ബെഡ്റൂമിൽ അങ്ങനെ കൂടുതൽ അങ്ങനെ ഒന്നും ക്ലീനിങ് ഒന്നും ഉണ്ടായിട്ടില്ല. ചെറുതായിട്ട് ഞാൻ സ്ഥിരമായിട്ട് പോകുമ്പോഴുന്ന ഫർദയും ഷോളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് അങ്ങനെ സ്ഥിരമായിട്ട് ഇടുന്ന 2-3 പാൻറ്റും ഷർട്ടെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മക്കളെ മരുന്നെല്ലാം വെക്കുന്ന പെട്ടിയാണിത്. പിന്നെ സ്റ്റോർ റൂമിലും ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. പാത്രമെല്ലാം വെക്കുന്നതെല്ലാം കുറച്ച് ചേഞ്ച് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ കിച്ചണിലും എല്ലാം സെറ്റാക്കി പാത്രമെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ ക്ലീനായിട്ട് കാണാൻ കറണ്ട് പോയപ്പോൾക്ക് ഇങ്ങനെ ക്ലീനായിട്ട് കാണാൻ തന്നെ നല്ല രസമല്ലേ. കറണ്ട് പോയിട്ടാണ് കേസ് ഉള്ളത്. എല്ലാം സെറ്റാക്കി. ഇനി നമുക്ക് കാര്യമായിട്ടുള്ള പണി ഡ്രസ്സ് അലക്കാനുള്ളതാണ്. ഇന്നത്തെ ഒന്ന് അലക്കിയിട്ടുണ്ടായിട്ടാണ്. ഇനി നാളെ കുറേ അലക്കാനുണ്ട്. അങ്ങനെ നമ്മളെല്ലാം പണിയെല്ലാം കഴിഞ്ഞിട്ട് ചാവിയെല്ലാം ഇട്ട് പൂട്ടി ഗിൽസിൻ്റെ. അങ്ങനെ എൻ്റെ മക്കൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്യാബേജ് വറവും ചോറും എടുത്തിട്ടുള്ളതാണ്. മീൻകറി അങ്ങനെ എൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ ക്യാബേജ് വറവും ചോറും എടുത്തിട്ട് മക്കൾക്ക് കൊടുക്കുന്നുള്ളതാണ്. മക്കൾക്ക് ഫുഡെല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ടാകുമ്പം അപ്പുറത്തെ പെരയിലത്തെ പെണ്ണ് വന്നിട്ട് പറഞ്ഞ് കുറച്ച് റെക്കോർഡ് എഴുതാനുണ്ട്, എഴുതിത്തരാമെന്ന് വെച്ച്. അങ്ങനെ ഞാൻ പറഞ്ഞ് എഴുതിത്തരാമെന്ന്. ഓള് ഹോസ്പിറ്റലിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ എന്തോ പഠിക്കുന്ന ഇതാണ്. അങ്ങനെ എഴുതിത്തരുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞ് എഴുതിത്തരാം. അങ്ങനെ ഞാൻ എഴുതുന്നുള്ളതാണ് ഗൈസ്, കുറേ വർഷങ്ങൾക്ക് ശേഷം. നമുക്കിന്ന് രാത്രി കഴിക്കാനുള്ള ഫുഡ് പത്തലും മീൻകറിയാണ്. നമുക്കങ്ങനെ ഫുഡ് കഴിക്കാം. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോയുമായി വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു.